ആ ഹലോ അൽക്ക കേൾക്കാമോ? ഹലോ സർ, കേൾക്കാം. ഓക്കെ, സ്ക്രീൻ കാണാമോ? കാണാം സർ. ഓക്കെ. സോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രൊജക്ഷൻസ് ഓഫ് പോയിന്റ്സ്. പ്രൊജക്ഷൻസ് ഓഫ് പോയിന്റ്സ്. അപ്പൊ എന്താണ് പ്രൊജക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. വാട്ട് ഡു യു മീൻ ബൈ പ്രൊജക്ഷൻ? എന്താണ് പ്രൊജക്ഷൻ? പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ദ റെപ്രസെന്റേഷൻ ഓഫ് 3-dimensional ഒബ്ജക്റ്റ്, 3D ഒബ്ജക്റ്റിനെ ഓൺ ടു എ 2-dimensional പ്ലെയിൻ. അതായത് ഒരു 3D ഒബ്ജക്റ്റിനെ നമ്മൾ 2D പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. പ്രൊജക്ഷൻ 3D ഒബ്ജക്റ്റിനെ, ഏതെങ്കിലും ഒരു 3D ഒബ്ജക്റ്റ്, 3D ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു 3D എന്ന് പറഞ്ഞാൽ 3D മാത്രമല്ല, എനിത്തിങ്, പോയിന്റ്, ലൈന്, പ്ലെയിന്, സോളിഡ്, അല്ലെങ്കിൽ മെഷീൻ കോമ്പോണൻസ്, അതായത് എന്ത് സാധനത്തിനെയും നമ്മളൊരു 2D പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. പ്രൊജക്ഷൻ. അപ്പൊ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിനെ നമ്മൾ 2D പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യും. അതിനെയാണ് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് എന്ന് പറയുന്നത്. These 2-dimensional, imaginary, transparent and dimensionless planes are called principal planes or reference planes. അപ്പൊ നമ്മൾ ഇതില് ഞാൻ നേരത്തെ പറഞ്ഞു 3D ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒബ്ജക്റ്റുകളെ നമ്മൾ 2D പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. പ്രൊജക്ഷൻ. ഈ പ്ലെയിൻ, ഈ 2D പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അത് ഇമാജിനറി ആയിട്ടുള്ളൊരു പ്ലെയിൻ ആണ്. അങ്ങനെ ഒരു സാധനം, ഒരു റിയൽ ഒരു പ്ലെയിൻ അല്ല, അതൊരു ഇമാജിനറി കൺസെപ്റ്റ് ആണ്. ഇമാജിനറി പ്ലെയിൻ ആണ്, ട്രാൻസ്പെറന്റ് ആണ്, ഡയമെൻഷൻലെസ് ആണ്. ഇതിനെ പറയുന്ന പേര് പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് പറയും, അല്ലെങ്കിൽ റെഫറൻസ് പ്ലെയിൻ എന്ന് പറയും. പ്ലെയിൻസ് എന്ന് പറയും. പ്രിൻസിപ്പൽ പ്ലെയിൻസ് ഓർ റെഫറൻസ് പ്ലെയിൻസ്. ഇത്രയും മനസ്സിലായോ ഞാൻ പറഞ്ഞ? ഹലോ അൽക്ക, കേൾക്കുന്നില്ല സർ, കേൾക്കാമോ? ഇല്ല, സൗണ്ട് ഭയങ്കര ലോയാ. ഹലോ, ഇപ്പൊ കേക്കാം. ഞാനിപ്പോ ഈ പറഞ്ഞ പോയിന്റ്സ് മനസ്സിലായോ? പ്രൊജക്ഷൻ എന്താണ്? ഓക്കെ, ശരി. അപ്പൊ ഈ പ്ലെയിൻ, അതായത് ഇതിനെ പറയുന്ന പേര് റെഫറൻസ് പ്ലെയിൻ എന്ന് പറയും. റെഫറൻസ് പ്ലെയിൻസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് പറയും. പ്രിൻസിപ്പൽ പ്ലെയിൻസ്. ഇത് നമ്മൾ ഇന്നലെ ഒന്ന് പറഞ്ഞായിരുന്നു. HPVP എന്ന് പറഞ്ഞില്ലേ? HPVP, ഹൊറിസോണ്ടൽ പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിൻ. ഇതിനെ പറയുന്ന പേരാണ് റെഫറൻസ് പ്ലെയിൻ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയും. പ്രിൻസിപ്പൽ പ്ലെയിൻ. ഓക്കെ, ഈ കാണുന്ന ഇതിനെയാണ് നമ്മൾ റെഫറൻസ് പ്ലെയിൻ എന്ന് പറയുന്നത്. റെഫറൻസ് പ്ലെയിൻസ്, അല്ലെങ്കിൽ ഇതിനെ പറയുന്ന വേറൊരു പേരെന്തായിരുന്നു? പ്രിൻസിപ്പൽ പ്ലെയിൻസ്. പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് പറയും. ഇതിനെ നമ്മൾ HP എന്നാ പറയുന്നത്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഈ പ്ലെയിനിനെ നമ്മൾ HP എന്ന് പറയും. ദിസ് ഈസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു പ്ലെയിൻ ഉണ്ട്, 90 ഡിഗ്രിയില്. ഇതിനെ പറയുന്ന പേരാണ് വെർട്ടിക്കൽ പ്ലെയിൻ. HPVP. ഈ രണ്ട് പ്ലെയിനിനെ പറയുന്ന പേരാണ് റെഫറൻസ് പ്ലെയിൻസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് പറയും. അതായത് നമ്മുടെ ഒബ്ജക്റ്റിനെ നമ്മൾ ഇതേലോട്ട്, ഈ HPയിലോട്ടോ VPയിലോട്ടോ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. പ്രൊജക്ഷൻ. അതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. പ്രൊജക്ഷൻ. എപ്പോഴും ഓർക്കേണ്ട കാര്യം, നമ്മുടെ ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്.
ഫ്രണ്ട് വ്യൂ ഈ ഡയറക്ഷനിലാണ് നമ്മൾ നോക്കുന്നത് ഫ്രണ്ട് വ്യൂ. അപ്പൊ അതിന്റെ അർത്ഥം ഫ്രണ്ട് വ്യൂ എപ്പോഴും നമുക്ക് കിട്ടുന്നത് ഏത് പ്ലെയിനിലായിരിക്കും? വി പിയിലായിരിക്കും, വെർട്ടിക്കൽ പ്ലെയിനിലായിരിക്കും. അത് ഓർത്ത് വെച്ചോണം, മനസ്സിലായി. ഫ്രണ്ട് വ്യൂ എപ്പോഴും ഏത് പ്ലെയിനിലായിരിക്കും? വി പിയിലായിരിക്കും. ഓക്കെ, വി പിയിലായിരിക്കും. അതേപോലെ ടോപ്പ് വ്യൂ, നമ്മൾ മേളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഉള്ള വ്യൂ, അതിനെ ടോപ്പ് വ്യൂ എന്നാ പറയുന്നത്. ടോപ്പ് വ്യൂ എപ്പോഴും നമുക്ക് കിട്ടുന്നത് ഏത് പ്ലെയിനിലായിരിക്കും? ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരിക്കും, എച്ച് പിയിലായിരിക്കും. എച്ച് പിയിലാണ്. ഓക്കെ, അപ്പൊ ഈ കാര്യം, ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ഫ്രണ്ട് വ്യൂ എപ്പോഴും വി പിയിലായിരിക്കും, ടോപ്പ് വ്യൂ എപ്പോഴും എച്ച് പിയിലായിരിക്കും. ഫ്രണ്ട് വ്യൂവിനെ പറയുന്ന വേറൊരു പേരാണ് എലിവേഷൻ. എലിവേഷൻ എന്ന് പറയും. എലിവേഷൻ അതായത് നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതിനെയാണ് എലിവേഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഫ്രണ്ട് വ്യൂ. ദെൻ ടോപ്പ് വ്യൂവിനെ പറയുന്ന വേറൊരു പേരാണ് പ്ലാൻ എന്ന് പറയും. പ്ലാൻ. ചിലപ്പോൾ ഈ ഒരു വാക്ക് കേട്ടിട്ടുണ്ടാവും. പ്ലാൻ എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? വീടിന്റെ പ്ലാൻ വരയ്ക്കുക എന്ന് പറഞ്ഞിട്ടില്ല. വീടിന്റെ പ്ലാൻ വരയ്ക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? വീടിന്റെ ഏത് വ്യൂ ആ വരയ്ക്കുന്നത്? ടോപ്പ് വ്യൂ, മേളിൽ നിന്ന്. അതായത് നമ്മൾ മേളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നമ്മുടെ വീടിന്റെ, കൽക്കയുടെ വീടിന്റെ മേളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ എന്താണോ കാണുന്നത് ആ വരയ്ക്കുന്നതിനെയാണ് വീടിന്റെ പ്ലാൻ എന്ന് പറയുന്നത്. വീടിന്റെ പ്ലാൻ. വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? എലിവേഷൻ എന്ന് പറയുന്നത്. എലിവേഷൻ. അപ്പൊ ഫ്രണ്ട് വ്യൂ വി പിയിലായിരിക്കും. ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇമേജ് വി പിയിലായിരിക്കും, ടോപ്പ് വ്യൂ എച്ച് പിയിലായിരിക്കും. ഈ രണ്ട് കാര്യം ഓർത്തിരിക്കുക. ഇത് കൂടാതെ എച്ച് പി വി പി കൂടാതെ വേറൊരു പ്ലെയിൻ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് പ്രൊഫൈൽ പ്ലെയിൻ എന്ന് പറയും. പ്രൊഫൈൽ പ്ലെയിൻ, പി പി എന്ന് പറയും. അതായത് എച്ച് പി എന്നൊരു പ്ലെയിൻ ഉണ്ട്, വി പി എന്നൊരു പ്ലെയിൻ ഉണ്ട്, പി പി പ്രൊഫൈൽ പ്ലെയിൻ എന്ന് പറയും. അല്ലെങ്കിൽ എൻഡ് പ്ലെയിൻ എന്ന് പറയും. എൻഡ് പ്ലെയിൻ അതെന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ വരച്ചു കാണിച്ചാൽ ഇത് ഇങ്ങനെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ ഒരു പ്ലെയിൻ, ഇതിനെയാണ് നമ്മൾ പ്രൊഫൈൽ പ്ലെയിൻ എന്ന് പറയുന്നത്. പ്രൊഫൈൽ പ്ലെയിൻ. ഈ പ്രൊഫൈൽ പ്ലെയിനിലായിരിക്കും നമുക്ക് ഏത് വ്യൂ കിട്ടുന്നതെന്ന് അറിയാമോ? സൈഡിൽ നിന്നുള്ള വ്യൂ കിട്ടുന്നത്. സൈഡ് വ്യൂ. നമ്മൾ ലെഫ്റ്റിന്നോ റൈറ്റിന്നോ നോക്കുമ്പോൾ ഉള്ള ഇമേജ് കിട്ടുന്നത് ഏത് പ്ലെയിനിലായിരിക്കും? പ്രൊഫൈൽ പ്ലെയിനിലായിരിക്കും. അപ്പൊ എച്ച് പിയിൽ കിട്ടുന്നത് ഏത് വ്യൂ ആണ്? എച്ച് പിയിൽ കിട്ടുന്ന ഏത് വ്യൂ ആ? എച്ച് പി നോക്കേ. എച്ച് പിയിൽ കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂ ആണ്. വി പിയിൽ കിട്ടുന്ന ഏത് വ്യൂ ആ? ഫ്രണ്ട് വ്യൂ ആണ്. പ്രൊഫൈൽ പ്ലെയിനിൽ കിട്ടുന്നത് ഏത് വ്യൂ ആണ്? സൈഡ് വ്യൂ ആണ്. അപ്പൊ ഈ 3 പോയിന്റ് ഓർത്തിരിക്കുക. ഇത് സംശയമുണ്ടോ? ഞാൻ ഈ പറഞ്ഞ 3 പോയിന്റ്, ഈ 3 പോയിന്റ് ഓർത്തിരിക്കണം. നോട്ട്ബുക്ക് വല്ലതും ഉണ്ടോ? ഓക്കെ, എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് വളരെ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. എച്ച് പിയിൽ നമുക്ക് കിട്ടുന്നത് ടോപ്പ് വ്യൂ ആണ്, വി പിയിൽ കിട്ടുന്നത് ഫ്രണ്ട് വ്യൂ ആണ്, പ്രൊഫൈൽ പ്ലെയിനിൽ കിട്ടുന്നത് സൈഡ് വ്യൂ ആണ്. ഓക്കെ, ഈ പ്ലെയിനിനെ പറയുന്ന പേരാണ് റെഫറൻസ് പ്ലെയിൻ അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത്? പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ പ്ലെയിൻസ്. ഇത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ അല്ലേ? ഓക്കെ. ശരി, ഇനി പ്രൊജക്ഷൻ തന്നെ പല തരത്തിലുള്ള പ്രൊജക്ഷൻസ് ഉണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ പാരലൽ പ്രൊജക്ഷൻ ഉണ്ട്, പിന്നെ കൺവേർജന്റ് പ്രൊജക്ഷൻ ഉണ്ട്. പാരലൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പ്രൊജക്ടർ ലൈൻസ്, അത് ഞാൻ വരയ്ക്കുമ്പോൾ കാണിച്ചു തരാം. അത് നമ്മൾ ഇവിടുന്ന് നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന റേ ഇങ്ങനെ പാരലൽ ലൈൻസ് ആയിട്ട് വന്നിട്ടാണ് നമുക്ക് ഇമേജസ് ഈ പ്ലെയിനിൽ കിട്ടുന്നത്. അത് ഞാൻ വരയ്ക്കുമ്പോൾ കാണിച്ചു തരാം. അതിനെയാണ് പാരലൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതല്ലാതെ ഒരു പോയിന്റിലോട്ട് വന്ന് കൺവേർജ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻസ് ഉണ്ട്. അതിനെ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ അല്ലെങ്കിൽ കൺവേർജന്റ് പ്രൊജക്ഷൻ എന്നാ പറയുന്നത്.
ഈ പാരലൽ പ്രൊജക്ഷനിൽ തന്നെ വീണ്ടും അതിനെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്നും ഒബ്ലിക് പ്രൊജക്ഷൻ എന്നും ഒക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് ആണ്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ അതിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും ഉണ്ട്, സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷനും ഉണ്ട്. അത് നമുക്ക് അത് എന്താണെന്ന് അറിയണം. അതേപോലെ തന്നെ ആക്സണോമെട്രിക് പ്രൊജക്ഷൻ ഉണ്ട്. അതിൽ ഐസോമെട്രിക് ആണ്. നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു 3D ഐസോമെട്രിക് 3D. അപ്പൊ 3D നമുക്ക് അറിയണം. അപ്പൊ പാരലൽ പ്രൊജക്ഷൻ, ഓർത്തോഗ്രാഫിക്, അതിന്റെ അണ്ടറിൽ വരുന്ന മൾട്ടി വ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വ്യൂ വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, മൾട്ടി വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പൊ പറഞ്ഞില്ലേ, ഫ്രണ്ട് വ്യൂ ഉണ്ട്, ടോപ്പ് വ്യൂ ഉണ്ട്, സൈഡ് വ്യൂ ഉണ്ട്. ശരിക്കും ഇത് കൂടാതെ ബോട്ടം അടിയിലത്തെ വ്യൂ ഉണ്ട്, പിന്നെ റിയർ വ്യൂ ഉണ്ട്, പുറകിലത്തെ വ്യൂ ഉണ്ട്. അപ്പം അത് അങ്ങനെ ഒന്നിൽ കൂടുതൽ വ്യൂ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, മൾട്ടി വ്യൂ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നിൽ കൂടുതൽ വ്യൂ ഉണ്ട്. അതിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും തേർഡ് ആംഗിൾ പ്രൊജക്ഷനും. പിന്നെ ആക്സണോമെട്രിക്, അതിൽ വരുന്നതാണ് ഐസോമെട്രിക്. ഓക്കെ, പിന്നെ ഒബ്ലിക്കിൽ വരുന്ന കവലിയർ, ക്യാബിനറ്റ്, ഇതൊന്നും നമുക്ക് ആവശ്യമൊന്നുമില്ല. ഇതൊന്നും പരീക്ഷയ്ക്ക് ഒന്നും ചോദിക്കത്തില്ല. ജസ്റ്റ് ഇതൊന്ന് ഞാനിത് അയച്ചു തരാം. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി, പ്രൊജക്ഷന്റെ ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് കേട്ടോ. എക്സാമിനൊന്നും ചോദിക്കത്തില്ല കേട്ടോ. പക്ഷെ ഒന്ന് ഈ പേരുകളൊക്കെ ഒന്ന് ചിലപ്പോൾ എവിടെങ്കിലും ഒക്കെ കേൾക്കുമ്പോൾ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ. ദെൻ ഇനി അടുത്തത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആൻഡ് തേർഡ് ആംഗിൾ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റുകളാണ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആൻഡ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നലെ ഇത് പറഞ്ഞു എന്ന് തോന്നുന്നു. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും തേർഡ് ആംഗിൾ പ്രൊജക്ഷനും ഫസ്റ്റ് ആംഗിൾ തേർഡ് ക്വാഡ്രന്റിന്റെ ഈ ക്വാഡ്രന്റിന്റെ വെച്ചിട്ട്, അതായത് ഒബ്ജക്റ്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ഒബ്ജക്റ്റ് സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും, സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയും. ഒബ്ജക്റ്റ് തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ അതിനെ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയും. ഒബ്ജക്റ്റ് ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ അതിനെ നമ്മൾ ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയും. അപ്പൊ ഇതാണ് ഈ 4 ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻ: ഫസ്റ്റ് ആംഗിൾ, സെക്കൻഡ് ആംഗിൾ, തേർഡ് ആംഗിൾ ആൻഡ് ഫോർത്ത് ആംഗിൾ. ഓക്കെ, ഇവിടെ ഈ ഒരു പിക്ചർ കാണുന്നുണ്ടോ? ഫിഗർ 2.2 എന്നുള്ള പിക്ചർ കാണുന്നുണ്ടോ? കണ്ടോ? കാണുന്നുണ്ട്. അപ്പൊ ഇതില് നോക്കി, ആദ്യത്തെ പിക്ചറിൽ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഏത് ക്വാഡ്രന്റിലാണെന്ന് നോക്കി, ഫസ്റ്റ് ക്വാഡ്രന്റിൽ. ഓക്കെ, അതുകൊണ്ട് അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. മനസ്സിലായോ? ഓക്കെ. ദെൻ ഫിഗർ 2.3 കണ്ടോ? ഫിഗർ 2.3 അതിൽ ഒബ്ജക്റ്റ് ഏത് ക്വാഡ്രന്റിലായിരിക്കുന്നത്? തേർഡ് ക്വാഡ്രന്റ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ക്വാഡ്രന്റിൽ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്തെന്ന് പറയുന്നത്, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. അപ്പൊ അതിന്റെ സിമ്പിളാണ് അതിനോട് ചേർന്ന് കാണിച്ചേക്കുന്നുണ്ടോ, രണ്ട് സിമ്പിൾ കാണിച്ചേക്കുന്നുണ്ടോ? XY ലൈൻ വരച്ചിട്ട് ഫസ്റ്റ് നമുക്കറിയാമല്ലോ, ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ ഫ്രണ്ട് വ്യൂ എവിടെ ആയിരിക്കും? ഫ്രണ്ട് വ്യൂ വിൽ ബി എബവ് XY ലൈൻ ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി ബിലോ XY ലൈൻ, അല്ലേ? ഓക്കെ, അപ്പൊ അതില് ആ വ്യൂവിൽ വന്നേക്കുന്ന വ്യത്യാസം കണ്ടോ? അതായത് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഒരു ട്രപ്പീസിയം പോലെയാണ്, ആൻഡ് ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എന്താണ്, ഒരു സർക്കിൾ പോലെ, കണ്ടോ? അതേസമയം തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ വരുമ്പോഴത്തേക്ക് ടോപ്പ് വ്യൂ വിൽ ബി ഇത് ശരിക്കും FV എന്ന് എഴുതിയേക്കുന്ന ഇവിടെ, ഇത് FV അല്ല, ഇതെന്താണ്, ഇത് ആക്ച്വലി ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂ അതായത് മേളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്, ഒരു സർക്കിൾ അല്ലേ കാണുന്നത്? ഇത് FV എന്ന് ഇവിടെ എഴുതിയേക്കുന്നത് തെറ്റാണ്. ഇതെന്താണ്, ഇത് ആക്ച്വലി ടോപ്പ് വ്യൂ ആണ്. ഓക്കെ, ഇത് ടോപ്പ് വ്യൂ ആണ്, താഴെ ട്രപ്പീസിയം, ഫ്രണ്ട് വ്യൂ ഇവിടെ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആംഗിളും തേർഡ് ആംഗിളും എന്താണെന്ന് മനസ്സിലായോ? ഡിഫറൻസ് മനസ്സിലായല്ലോ? ഓക്കെ, object, if the object is in first quadrant, then it is called first angle projection. If the object is in third quadrant, it is called third angle projection. അത് നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ, ഫസ്റ്റ് ആംഗിളും തേർഡ് ആംഗിളും? ഓക്കെ, ശരി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താന്ന് വെച്ചാല്,
ഇപ്പൊ നമ്മൾ ഒരു പോയിന്റ്, ഒരു ക്വാഡ്രന്റിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. അതായത് ഫസ്റ്റ് ഇപ്പൊ ഒരു ക്വാഡ്രന്റിൽ എ എന്നൊരു പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ആക്ച്വൽ പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന എപ്പോഴും ഏത് ലെറ്റർ ഉപയോഗിച്ചിട്ടായിരിക്കും? ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചിട്ടായിരിക്കും. മനസ്സിലായോ പറഞ്ഞേ? ഓക്കെ ഓക്കെ. ഇനി അതിന്റെ ടോപ്പ് വ്യൂ, ഇപ്പൊ എ എന്നുള്ള പോയിന്റിന്റെ ടോപ്പ് വ്യൂ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ സ്മോൾ ലെറ്റർ ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പൊ സ്മോൾ എ എന്ന് എവിടെയെങ്കിലും കണ്ടാൽ അതിന്റെ അർത്ഥം എന്താണ്? ടോപ്പ് വ്യൂ ഓഫ് ക്യാപിറ്റൽ എ. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ. സ്മോൾ എ, അതായത് ലോവർ കേസ് ലെറ്റർ നമ്മൾ കണ്ടാൽ അത് മനസ്സിലാക്കിക്കോണം ടോപ്പ് വ്യൂ ആണ്. ഓക്കെ. ഇനി ലോവർ കേസിന്റെ കൂടെ മേളിൽ ഒരു ഡാഷ് കൂടെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതെന്താണെന്ന് അറിയാമോ? അത് ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂ. ഓക്കെ. അതായത് ഇത് ടോപ്പ് വ്യൂ ആണ്. ലോവർ കേസ് മാത്രമാണെങ്കിൽ ടോപ്പ് വ്യൂ. ഓക്കെ. ഇതിപ്പോ എ എന്നുള്ള പോയിന്റ്, ഇപ്പൊ ബി എന്നുള്ള പോയിന്റ് ആണെങ്കിൽ ബിയുടെ ടോപ്പ് വ്യൂ എങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? സ്മോൾ ബി ആയിരിക്കും. ബിയുടെ ഫ്രണ്ട് വ്യൂ എങ്ങനെയായിരിക്കും? ബി ഡാഷ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഇനി ഇപ്പൊ ക്യാപിറ്റൽ പി എന്നൊരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കും, ക്യാപിറ്റൽ പി. അപ്പൊ അതിന്റെ ടോപ്പ് വ്യൂ എങ്ങനെയായിരിക്കും? സ്മോൾ പി. ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും? സ്മോൾ പി ലോവർ കേസ് വിത്ത് ഡാഷ്. ഓക്കെ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോ ഈ രീതിയിലാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ, ഓർത്തോണം. ഓക്കെ. സൈഡ് വ്യൂ ആണ്, അതായത് സൈഡ് വ്യൂ ആണെങ്കിൽ നമ്മൾ ഡബിൾ ഡാഷ്. ഇപ്പൊ എ രണ്ട് ഡാഷ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സൈഡ് വ്യൂ ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഒന്നുകൂടെ, ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിന്റെ ആക്ച്വൽ പോയിന്റ് ആണ്, ആക്ച്വൽ പോയിന്റ്. പിന്നെ നമ്മൾ സ്മോൾ എ ഉണ്ട്, എ ഡാഷ് ഉണ്ട്, പിന്നെന്തോ ഉണ്ട്? എ ഡബിൾ ഡാഷ് ഉണ്ട്. എ എന്ന് പറഞ്ഞാൽ എന്താ? ലോവർ കേസ് എ എന്താ? ടോപ്പ് വ്യൂ. മനസ്സിലായല്ലോ? അത് പിടി കിട്ടിയല്ലോ. ഓക്കെ, ശരി. ഇനി അടുത്തത്, ഇനി എക്സ് വൈ ലൈൻ എന്താണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? എക്സ് വൈ ലൈൻ എന്താണെന്ന്? എക്സ് വൈ ലൈൻ ഇന്റർസെക്ഷൻ. അത് തന്നെ. അതായത് ഇപ്പൊ ഈ ക്വാഡ്രന്റ് നോക്കിയാല് ഈ ഒരു ഇന്റർസെക്ഷൻ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ് വൈ ലൈൻ. ഈ ഒരു ഇന്റർസെക്ഷനെയാണ് നമ്മൾ എക്സ് വൈ ലൈൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദി ഇന്റർസെക്ഷൻ എക്സ് വൈ ലൈൻ. സോ എക്സ് വൈ ലൈൻ ഈസ് ദ ഇന്റർസെക്ഷൻ ഓഫ് വി പി ആൻഡ് എച്ച് പി. വി പിയിൽ ഏത് വ്യൂ ആണ് കിട്ടുന്നത്? ഓർമ്മയുണ്ടോ? വി പിയില് ഫ്രണ്ട് വ്യൂ, എച്ച് പിയില് പ്രൊഫൈൽ പ്ലെയിനിൽ ഏത് വ്യൂ ആണ്? സൈഡ് വ്യൂ. ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആയി. ഓക്കെ. ഇപ്പൊ ഒരു സ്ക്രീനിൽ എന്റെ പിക്ചർ കാണുന്നുണ്ടോ? ഓക്കെ. ഇവിടെ ഈ കാണിച്ചേക്കുന്ന എന്താണെന്ന് അറിയാമോ? ഇത് ആക്ച്വലി 4 ക്വാഡ്രന്റില് ഒരു പോയിന്റ്, അതായത് ഒരു പോയിന്റ്. ആദ്യത്തെ പിക്ചർ എന്ന് പറഞ്ഞാല് ഏത് പോയിന്റിന്റെ പേരെന്താന്ന് നോക്കി. ആദ്യത്തെ പിക്ചറിൽ എന്താണ് പോയിന്റിന്റെ പേര്? ഓക്കെ, പോയിന്റ് പി ഈസ് ഇൻ ഏത് ക്വാഡ്രന്റിലാണ്? ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ദെൻ അടുത്ത നോക്കിയേ, രണ്ടാമത്തെ പിക്ചർ നോക്കിയേ, പോയിന്റ് ക്യൂ ഏത് ക്വാഡ്രന്റിലാണ്? ക്യൂ ഈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. ദെൻ അടുത്തത് മൂന്നാമത്തെ പിക്ചറിൽ ഏത് പോയിന്റ് ആണ്? ആർ ഈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ്. ആൻഡ് നാലാമത്തെ പിക്ചർ നോക്കിയേ, അത് ഫോർത്ത് ക്വാഡ്രന്റില് പോയിന്റ് എസ് ഈസ് ഇൻ ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പോയിന്റ് പി ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പൊ ഇതിനെ പറയുന്ന പേരെന്താണ്? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ അല്ലെ? ശരിയല്ലേ? ഓക്കെ. പോയിന്റ് ക്യൂ ഈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. അപ്പൊ ഇതിനെ എന്താ പറയുന്നത്?
Second angle projection. Second angle projection. Point R is in third quadrant. Third angle projection. Point S is in fourth quadrant. That is called fourth angle projection. Fourth angle projection. അപ്പൊ ഇവിടെ നോക്കിയേ, പോയിന്റ് പി ഈസ് 30 millimeter എബവ്, അതായത് ഇത് എച്ച് പി ആണ്, ഈ കാണിക്കുന്ന എച്ച് പി ആണ്, ഇതെന്താണ്, ഇത് വി പി ആണ്. മനസ്സിലായോ? അപ്പൊ പോയിന്റ് പി ഈസ് എത്ര മില്ലിമീറ്റർ ആണ് എബവ് എച്ച് പി? 30 millimeter above HP ആൻഡ് 25 millimeter in front of VP. VP, correct. അത് തന്നെ. അതായത് പോയിന്റ് പി ഈസ് 30 millimeter above HP and 25 millimeter in front of VP. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണ്. ഇവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ ഈ പി എന്നുള്ള പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ ഏത് പ്ലെയിനിലാ? ഫ്രണ്ട് വ്യൂ എപ്പോഴും ഏത് പ്ലെയിനിലാന്നാ ഞാൻ പറഞ്ഞ? വി പിയില്. ഓക്കെ, സോ പി ഡാഷ് നമുക്ക് ഇവിടെ കിട്ടി. കണ്ടോ? അതാണ് ഇവിടെ അതിന്റെ തൊട്ട് താഴെ കണ്ടോ പി ഡാഷ് മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ? തൊട്ട് താഴെ കണ്ടോ? എത്ര മില്ലിമീറ്റർ ആണ്? എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്? നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എത്ര മില്ലിമീറ്റർ ആണ് എബോ എച്ച് പി? 30 millimeter എബോ എച്ച് പി, അതായത് 30 മാറി പി ഡാഷ് മാർക്ക് ചെയ്തു. ഇനി മേളിൽ നിന്ന് ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ഈ പിയുടെ ടോപ്പ് വ്യൂ നേരെ ഇവിടെ വരും, എച്ച് പിയിൽ വരും. എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്? ഇത് എത്ര ഡിസ്റ്റൻസാ? 25 മാറിയിട്ട്. അപ്പൊ ടോപ്പ് വ്യൂ ഇവിടെ കിട്ടി. then ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, എന്നിട്ട് ടോപ്പ് വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിനെ എന്ത് ചെയ്യണം? 90 ഡിഗ്രി ക്ലോക്ക് വൈസ്, താഴോട്ടെന്നല്ല, 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണം. 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? ടോപ്പ് വ്യൂ വിൽ ബി ബിലോ എക്സ് വൈ ലൈൻ. കണ്ടോ? ടോപ്പ് വ്യൂ പി എന്നുള്ള പോയിന്റ് 25 മാറിയിട്ട് എക്സ് വൈ ലൈനിൽ നിന്ന് 25 മാറിയിട്ട്. ഈ ആദ്യത്തേത് മനസ്സിലായ? സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ. ഈ ആദ്യത്തേത് ഫസ്റ്റ് വൺ. പി ഡാഷ് ഇവിടെ വന്നു, ഇവിടെ പി വരും, എന്നിട്ട് നമ്മൾ ഇതിന് താഴെ. മനസ്സിലായി. ഓക്കെ, അപ്പം ഇത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്. അപ്പൊ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന്റെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫ്രണ്ട് വ്യൂ വിൽ ബി എബവ് എക്സ് വൈ ലൈൻ ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി ബിലോ എക്സ് വൈ ലൈൻ. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കിയേ. അഗൈൻ നമ്മൾ എപ്പോഴും ഇവിടുന്ന് ഈ ഡയറക്ഷനിൽ നിന്നാണ് ഫ്രണ്ട് വ്യൂ. ദിസ് ഈസ് ദ ഫ്രണ്ട് വ്യൂ ആൻഡ് ദിസ് ഈസ് ദ ടോപ്പ് വ്യൂ. അതിന് മാറ്റമൊന്നുമില്ല. അപ്പൊ ഫ്രണ്ടിൽ നിന്ന് നോക്കിയപ്പോ ക്യൂവിന്റെ ഇമേജ് നേരെ ഇവിടെ വന്നു. സോ ദിസ് ഈസ് ക്യൂ ഡാഷ്. അത് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്? ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്? 30. കണ്ടോ? ശരിയാണോ? ഓക്കെ, ഇനി മുകളിൽ നിന്ന് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഈ ക്യൂവിന്റെ ടോപ്പ് വ്യൂ നേരെ ഇവിടെ വരും. സോ ദിസ് ഈസ് ക്യൂ. ഇത് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്? ദിസ് ഈസ് 25. ശരിയാണോ? എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഹൊറിസോണ്ടൽ പ്ലെയിനെ 90 ഡിഗ്രിയില് ക്ലോക്ക് വൈസിൽ എന്ത് ചെയ്യണം? റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ ഈ ക്യൂ എന്നുള്ളത് നേരെ മുകളിൽ പോകും. മനസ്സിലായോ പറഞ്ഞേ? ഓക്കെ, അപ്പൊ അതിന്റെ തൊട്ട് താഴെ നോക്കിയേ, ക്യൂ ഡാഷ് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്? 30 ഡിസ്റ്റൻസ് മാറിയിട്ട്, പിന്നെ ടോപ്പ് വ്യൂവിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 25 മാറിയിട്ടാണ്, അത് നേരെ മേളിൽ പോകും. 25 മാറിയിട്ട് ക്യൂ ഡാഷ് 30 മാറിയിട്ട് ക്യൂ 25 മാറിയിട്ട്. സംശയമുണ്ടോ? ഇല്ല, ക്യൂ മണ്ടയ്ക്ക് പോകും. അല്ല, ക്യൂ ഡാഷ് ഓൾറെഡി മേളിലുണ്ട്, ഫ്രണ്ട് വ്യൂ മേളിലുണ്ട്. ക്യൂ ഡാഷ് ടോപ്പ് വ്യൂ നേരെ മേളിൽ പോകും. കാരണം എന്താണ്? നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മേളിൽ പോകും. മനസ്സിലായി? അപ്പൊ ഇതിനെയാണ് നമ്മൾ സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷന്റെ പ്രത്യേകത എന്താണ്? എക്സ് വൈ ലൈന്റെ മുകളിൽ തന്നെയാണ് എന്ത് വരുന്നത്? ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ രണ്ടും വരുന്നത്. ഫ്രണ്ട് വ്യൂ ഓൾറെഡി മേളിലായിരുന്നു, പക്ഷെ നമ്മള് ടോപ്പ് വ്യൂ 90 ഡിഗ്രി നമ്മൾ മേളിലോട്ട് മാറ്റുമ്പോൾ രണ്ടും അപ്പം ഒരേ പ്ലെയിനിൽ മേളിൽ തന്നെ വരും, മുകളിൽ വരും. ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി എബോവ് എക്സ് വൈ ലൈൻ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫ്രണ്ട് വ്യൂ വിൽ ബി എബോവ് എക്സ് വൈ ലൈൻ ആൻഡ് ടോപ്പ് വ്യൂ വിൽ ബി ബിലോ എക്സ് വൈ ലൈൻ അല്ലേ? Whereas
in second angle projection, both front view and top view will be above XY line. Above XY line. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് നമ്മൾ ക്വാഡ്രന്റ് മാറുന്നതിനനുസരിച്ച് ഈ വ്യൂ, അതായത് ഇപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ ഫ്രണ്ട് വ്യൂ മുകളിലും ടോപ്പ് വ്യൂ താഴെയും വരും. സെക്കൻഡ് ആണെങ്കിൽ രണ്ടും മുകളിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ വ്യൂ എവിടാ വരുന്നതെന്ന് നമ്മൾ ക്വാഡ്രന്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്കൊരു ഐഡിയ വേണം വരയ്ക്കുമ്പോൾ, കേട്ടോ. അല്ലെങ്കിൽ തെറ്റിപ്പോവും. നമുക്ക് ഏത് ക്വാഡ്രന്റ് ആണ്, ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ ഫോർത്ത് ആണോ എന്നുള്ളത് നമുക്കൊരു ഐഡിയ വേണം. എങ്കിലേ നമുക്ക് വ്യൂ എവിടെ വരും, ഫ്രണ്ട് വ്യൂ എവിടെ വരും, ടോപ്പ് വ്യൂ എവിടെ വരും എന്നൊരു ഐഡിയ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇത് രണ്ടും ക്ലിയർ അല്ലേ? ഫസ്റ്റും സെക്കൻഡും ക്ലിയർ ആണ് സർ. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കിയേ, തേർഡ് ക്വാഡ്രന്റിൽ അഗൈൻ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ ദിസ് ഈസ് ദ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ ആറിന്റെ ഫ്രണ്ട് വ്യൂ ഇതാ ഇവിടെ വരും. ദിസ് ഈസ് ആർ ഡാഷ്. എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്? 30 ഡിസ്റ്റൻസ് മാറിയിട്ട്. ഇനി മുകളിൽ നിന്ന് നോക്കുമ്പോൾ മേളിൽ നിന്ന് ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ആറിന്റെ ടോപ്പ് വ്യൂ നേരെ ഇതാ ഇവിടെ വരും. സ്മോൾ ആർ എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്? 25. ഇനി ഹൊറിസോണ്ടൽ പ്ലെയിനെ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് നേരെ മുകളിൽ പോകും. കണ്ടോ, 6 മുകളിൽ വരും, 25 മാറി, ആർ ഡാഷ് 30 മാറിയിട്ട് താഴോട്ട് വരും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് പറ്റി? ഇവിടെ ടോപ്പ് വ്യൂ മുകളിലുമാണ്, ഫ്രണ്ട് വ്യൂ എവിടെയാണ്? താഴെയാണ്. ഓക്കെ, മനസ്സിലായത്? മനസ്സിലായി സർ. ഓക്കെ, അപ്പൊ അഗൈൻ ഒന്ന് നോക്കിയേ. ആദ്യത്തെ ഫസ്റ്റ്, ഇഫ് ദ ഒബ്ജക്ട് ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്, ഫ്രണ്ട് വ്യൂ വിൽ ബി above XY line and top view will be below XY line. And in the case of second quadrant, both front view and top view will be above XY line. In the case of third quadrant, front view will be below XY line and top view will be above XY line. Okay അല്ലേ? ഇത് മൂന്നും ക്ലിയർ അല്ലേ? ഈ പറഞ്ഞ മൂന്നും ക്ലിയർ ആണ് സർ. ഓക്കെ, ഇനി അടുത്ത നാലാമത്തേത് അഗൈൻ നോക്കിയേ. This is the front view direction and this is the top view. Okay, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എസിന്റെ ഫ്രണ്ട് വ്യൂ. Okay, you will get S dash here and എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്? 30. then മുകളിൽ നിന്ന് നോക്കുമ്പോൾ എസ് ഇവിടെ വരും, എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്? 25 മാറിയിട്ട്. then ഇതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ടോപ്പ് വ്യൂ എന്ത് ചെയ്യും? ടോപ്പ് വ്യൂ നേരെ താഴെ. അപ്പൊ എസ് ഡാഷ് ഓൾറെഡി അവിടെ ഉണ്ട്, താഴെയുണ്ട്. എസ് ഡാഷ് ഓൾറെഡി താഴെയുണ്ട്, 30 മാറിയിട്ട്. പിന്നെ ഈ ടോപ്പ് വ്യൂവിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 25 മാറിയിട്ട് എസ് താഴെ വരും. കണ്ടോ? അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും എവിടാണ്? താഴെ തന്നെ, ബിലോ XY ലൈൻ. ഓക്കെ, ഇത് നാലും ക്ലിയർ അല്ലേ? ക്ലിയർ ആ സർ. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ ഈ കൺസെപ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനിപ്പോ ഈ പറഞ്ഞത് ഇതാണ് നമ്മുടെ ഇതിന്റെ അടിസ്ഥാനം, കേട്ടോ? ഓക്കെ സർ. അപ്പൊ ആദ്യത്തെ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂയും, സോറി, ഫ്രണ്ട് വ്യൂ മേളി വരും, ടോപ്പ് വ്യൂ താഴെ വരും. ഓക്കെ, സെക്കൻഡ് ആംഗിൾ ആണെങ്കിൽ ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂ മേളി തന്നെ. ഓക്കെ, തേർഡ് ആകുമ്പം ഫ്രണ്ട് വ്യൂയും താഴെയും ടോപ്പ് വ്യൂ മണ്ടയ്ക്കും. ഓക്കെ, ഫോർത്ത് ആംഗിൾ ആകുമ്പം ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂയും താഴെ. ഓക്കെ, ഓക്കെ, ഇത് ഓർത്തിരിക്കണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കേട്ടോ? ഓക്കെ സർ. ഓക്കെ, ഇനി നമ്മൾ അങ്ങോട്ട് പോകും തോറും നമ്മൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയുള്ള കുറെ കാണുന്നുണ്ടോ? ഇപ്പൊ ഒരു ടേബിൾ കാണുന്നുണ്ടോ? കാണാം സർ. ഓക്കെ, ഓക്കെ, ഇതിനെ പറയുന്ന പേരെന്തുവായിരുന്നു? ഇത് XY ലൈൻ അല്ലെ? ശരിയല്ലേ? ഈ പ്ലെയിന്റെ പേരെന്തുവാ? HP. HP. ഓക്കെ,
ദെൻ ഇതിന്റെ പേര് എന്താ? ഇതിന്റെ പേര് വി പി. ഓക്കെ. അപ്പൊ നമ്മള് ക്വസ്റ്റ്യനിൽ എബോവ് എച്ച് പി എന്ന് ചിലപ്പോൾ കാണും. അതായത് 50 മില്ലിമീറ്റർ എബോവ് എച്ച് പി അല്ലെങ്കിൽ 30 മില്ലിമീറ്റർ എബോവ് എച്ച് പി. അതായത് എബോവ് എച്ച് പി എന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെയാണെന്ന് ആലോചിച്ചോണം. എബോവ് XY ലൈൻ തന്നെയാണെന്ന് ആലോചിച്ചോണം. സംശയമുണ്ടോ അതില്? ഇല്ല. കാരണം എച്ച് പിയിൽ തന്നെയാണ് ഏത് ലൈനും കിടക്കുന്നത്? XY ലൈനും കിടക്കുന്നത്. കണ്ടോ? ഓക്കെ. അപ്പൊ എബോവ് എച്ച് പി എന്ന് പറഞ്ഞാലും എബോവ് XY ലൈൻ എന്ന് പറഞ്ഞാലും രണ്ടും സെയിം ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ. ഇനി അതേപോലെ ബിലോ എച്ച് പി എന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെയാണ്? XY ആണ്. ഓക്കെ. സോ എബോവ് എച്ച് പി എന്ന് പറഞ്ഞാൽ എബോവ് XY ലൈൻ തന്നെയാണ്. ബിലോ എച്ച് പി എന്ന് പറഞ്ഞാൽ ബിലോ XY ലൈൻ തന്നെയാണ്. ഇനി അടുത്തത്, ഇവിടുന്ന് ഇത് വി പി ആണ്. ഇതിന്റെ പുറകോട്ടുള്ള ഇതിനെ നമ്മൾ ബിഹൈൻഡ് വി പി എന്നാ പറയുന്നത്. ബിഹൈൻഡ് വി പി. ബിഹൈൻഡ് വി പി എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ്. ഓക്കെ, ഇത് തെറ്റായി എഴുതിയേക്കുന്നു. ഓക്കെ. സോ ബിഹൈൻഡ് വി പി, അതായത് വി പിയുടെ പുറകിൽ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ബിഹൈൻഡ് XY ലൈൻ തന്നെയാണ് കേട്ടോ. ബിഹൈൻഡ് XY ലൈൻ. അതേപോലെ ഇവിടെ നിങ്ങോട്ട് ഇതിനെ നമ്മൾ ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നാ പറയുന്നത്. ഇൻ ഫ്രണ്ട് ഓഫ് വി പി. വി പിയുടെ ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെ ആയിരിക്കും? ഇൻ ഫ്രണ്ട് ഓഫ് XY ലൈൻ ആയിരിക്കും. XY ലൈൻ. അപ്പൊ ഇത് ഓർത്തിരിക്കണം. ഓക്കെ. സോ എബോവ് എച്ച് പി എന്ന് പറയുന്നതും എബോവ് XY ലൈൻ എന്ന് പറയുന്നതും സെയിം തന്നെ. എബോവ് എച്ച് പി, എബോവ് XY. ബിലോ, ഈ ഒരു കൺസെപ്റ്റ് ഓർത്തിരുന്നാൽ മതി. ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ബിലോ എച്ച് പി, ബിലോ XY. ബിഹൈൻഡ് വി പി, ബിഹൈൻഡ് XY. ഇൻ ഫ്രണ്ട് ഓഫ് വി പി, ഇൻ ഫ്രണ്ട് ഓഫ് XY. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ. സോ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ അല്ലെ? പോയിന്റ് എ. എഴുതിക്കോ, നോട്ട്ബുക്കിലോട്ട് എഴുതിക്കോ. ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. പോയിന്റ് എ ഈസ് 20 മില്ലിമീറ്റർ അബവ് എച്ച് പി ആൻഡ് 25 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പൊ ഞാൻ ആദ്യം, നമ്മൾ ഏത് പ്രോബ്ലം കിട്ടിയാലും ഇങ്ങനെ ക്വാഡ്രന്റ് വരയ്ക്കണം. അപ്പൊ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും ഇതെങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ. സോ ദിസ് ഈസ് എച്ച് പി, ദിസ് ഈസ് വി പി ആൻഡ് ദിസ് ഈസ് XY ലൈൻ. അപ്പൊ ആദ്യം നമ്മളിവിടെ ഏത് ക്വാഡ്രന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഏത് ക്വാഡ്രന്റ്? ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാകും. എബോവ് എച്ച് പി എന്നും കൊടുത്തിട്ടുണ്ട്, ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏത് ക്വാഡ്രന്റാ? ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അപ്പൊ ഇവിടെ ഞാൻ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എ എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു. എ. ഓക്കെ. ദെൻ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? എബോവ് എത്രയാണ്? ദിസ് ഈസ് 20 മില്ലിമീറ്റർ എബോവ് എച്ച് പി ആൻഡ് ദിസ് ഈസ് 25 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഞാൻ ഇവിടെ നിന്ന് നോക്കുകയാണ്. ദിസ് ഈസ് ദ ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എയുടെ ഫ്രണ്ട് വ്യൂ എനിക്ക് ഇവിടെ കിട്ടും. ദിസ് ഈസ് എ ഡാഷ്. എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്? 20 ഡിസ്റ്റൻസ് മാറിയിട്ട്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ടോപ്പ് വ്യൂ എനിക്ക് ഇവിടെ കിട്ടും. ദിസ് ഈസ് എ. അത് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്? മേളിൽ നോക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 25 മാറിയിട്ട്. എന്നിട്ട് ഇതിനെ ഞാൻ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ടോപ്പ് വ്യൂ താഴെ വരും. ഓക്കെ. അപ്പൊ എന്റെ ഫൈനൽ ആൻസർ എങ്ങനെ വരും? സോ ഡ്രോ ദി XY ലൈൻ. ഓക്കെ. എന്നിട്ട് XY ലൈനിന്റെ ഇവിടെ ഞാൻ എ ഡാഷ് മാർക്ക് ചെയ്തു. എ ഡാഷ്. ദിസ് ഡിസ്റ്റൻസ് ഈസ് 20 ആൻഡ് ഇവിടെ എന്ത് വരും? ഇവിടെ എ വരും. ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഈസ് 25 മില്ലിമീറ്റർ. ക്ലിയർ ആയത്? സാർ എനിക്കൊരു ഡൗട്ട്. ഈ 25 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി, അപ്പം ഈ എ ഡാഷ് എന്നുള്ള എ ഡാഷും എയും തമ്മിലുള്ള വ്യത്യാസമാണോ 25? അല്ല, നമ്മൾ
നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ കണ്ടോ, ഇതാണ് ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ കണ്ടോ. അപ്പൊ ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ഏത് ഡിസ്റ്റൻസാ കാണുന്നത്, ഈ 20 എന്നുള്ള ഡിസ്റ്റൻസ് അല്ലേ കാണുന്നത്. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ HP മുകളിലോട്ടുള്ള ഈ ഡിസ്റ്റൻസ് അല്ലേ 20 നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അല്ലെ. അപ്പൊ അതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂവിൽ കാണുന്നത്. അതേസമയം മുകളിൽ നിന്ന് നോക്കിയേ, മേളിൽ നിന്ന് നോക്കുമ്പോൾ VP എന്നുള്ള ദൂരം എത്രയാണ്, 25. ആ 25 അല്ലേ നമ്മൾ ഇവിടെ കാണുന്നത്. മേളിൽ നിന്ന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ A എന്നുള്ള പോയിന്റ് അല്ലെ, ശരിയല്ലേ. മനസ്സിലായി. മേളിൽ നോക്കുമ്പോൾ നമ്മൾ ഇതും അത് നമ്മൾ ഈ വ്യത്യാസം കാണുമ്പോൾ അത് 25, ഫ്രണ്ടിൽ നോക്കുമ്പോൾ കാണുന്നത് ഇത്. അതായത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ A എന്നുള്ള പോയിന്റ് എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്, 20 ഹൈറ്റില് അല്ലെ. കറക്റ്റ് അല്ലേ. അതായത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ A എന്നുള്ള പോയിന്റ് 20 ഹൈറ്റിലാണ് നിൽക്കുന്നത്. ആ 20 ആണ് ഇവിടെ വരുന്നത് കണ്ടോ. പക്ഷെ മേളിൽ നിന്ന് നോക്കുമ്പോൾ, ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ Aന്ന് ഈ ദൂരമാണ് നമ്മൾ കാണുന്നത്, 25 ഈ ദൂരമാണ് കാണുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇത് വരച്ചോ ഈ ഫിഗർ. ഓക്കെ, ഈ ക്വാഡ്രന്റ് അല്ല നമുക്ക് വേണ്ട, നമ്മുടെ ആൻസർ ഇതല്ല, ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. ഇതാണ് നമ്മുടെ ആൻസർ. ഈ ക്വാഡ്രന്റ് എന്നുള്ള സംഭവം നമ്മൾ വരയ്ക്കേണ്ട കാര്യമില്ല, അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരയ്ക്കുന്നു. നമ്മള് റൊട്ടേറ്റ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലേ, ഹൊറിസോണ്ടൽ പ്ലെയിനിനെ 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ. അപ്പൊ ഈ ടോപ്പ് വ്യൂ എന്ത് ചെയ്യും, ടോപ്പ് വ്യൂ താഴെ വരും. മെഷർമെന്റ് എടുത്ത് തന്നെ വരയ്ക്കട്ടെ. മെഷർമെന്റ് എടുത്ത് തന്നെ വരയ്ക്കണം. സ്കെയിലില്ലേ, സ്കെയില്. ആ സ്കെയിൽ എടുത്ത് വരയ്ക്കുക. സ്കെയിൽ എടുത്തിട്ട് വരയ്ക്കുക. 20 അതായത് 2 സെന്റിമീറ്റർ മേളിലോട്ടും 2.5 താഴോട്ടും. നമ്മൾ ഈ ഡാർക്കൻ ചെയ്ത് വരയ്ക്കേണ്ട ലൈനും ലൈറ്റ് ആക്കി വരയ്ക്കേണ്ട ലൈനും ഒക്കെ ഏതാ? ഇതിൽ നമ്മളിപ്പോ ഈ ലൈൻ ലൈറ്റ് ആയിട്ട് വരച്ചാൽ മതി. ഇവിടെ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആണ്. അപ്പൊ ഈ പോയിന്റ് മാത്രം ഡാർക്ക് ചെയ്യണം. ഈ A', ഇത് രണ്ടും ഡാർക്ക് ചെയ്യണം. ഇവിടെ ഈ ലൈൻ ലൈറ്റ് ആയിട്ട് വരച്ചാൽ, ബിക്കോസ് ഇത് പ്രൊജക്ടർ ലൈനാണ്. ഇത് ലൈറ്റ് ആയിട്ട് വരച്ചാൽ മതി, ലൈറ്റ് ആയിട്ട്. പ്രൊജക്ഷൻസ് ഓഫ് ലൈൻസ് വരുമ്പോഴാണ് നമ്മൾ ലൈനിന്റെ, അത് ഞാൻ അന്നേരം പറയാം, ഏത് ലൈനാണ് ഡാർക്ക് ചെയ്യേണ്ടത് അന്നേരം പറയാം. ലൈൻസ്, പ്രൊജക്ഷൻസ് ഓഫ് ലൈൻസ് വരുമ്പോൾ പറയാം. ഇതില് കുഴപ്പമില്ല. ഇതില് ഈ പോയിന്റ് മാത്രം ഡാർക്ക് ചെയ്യണം. ഈ പോയിന്റ് മാത്രം ഡാർക്ക് ചെയ്യണം നല്ലതുപോലെ. ഓക്കെ, ശരി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നോക്കുക. പോയിന്റ് B ഈസ് 30 mm above HP ആൻഡ് 35 mm ബിഹൈൻഡ് VP. അപ്പൊ നമ്മൾ ഇതേപോലെ ക്വാഡ്രന്റ് വരയ്ക്കുക. ഓക്കെ, ഏത് ക്വാഡ്രന്റ് ആണ്? സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. അപ്പൊ ഇവിടെ മാർക്ക് ചെയ്യുക B എന്നുള്ള പോയിന്റ്. ദിസ് ഈസ് പോയിന്റ് B. എത്ര മില്ലിമീറ്റർ ആണ് എബോവ് HP? എബോവ് HP 30 മില്ലിമീറ്റർ എബോവ് HP. പിന്നെ VP എന്നുള്ള ദൂരം എത്രയാ? 35 mm behind VP. So 30 mm above HP and 35 mm behind VP. Okay, 1 minute. And the laptop on the charge yet. ഓക്കെ, അപ്പം നമ്മൾ ഫ്രണ്ട് വ്യൂ
അഗൈൻ ഇവിടുന്ന് നോക്കുക, ഇവിടുന്ന് ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ. ദിസ് ഈസ് ദ ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ. ഇപ്പൊ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ബിയുടെ ഇമേജ് എനിക്ക് ഇതാ ഇവിടെ കിട്ടും. ബി ഡാഷ്, ഈ ബി എന്നുള്ളത് എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത് നോക്കി, 30. അപ്പൊ ഇവിടെ നമുക്ക് 30 കിട്ടും, ഇവിടെ 30. ഇനി നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ, മുകളിൽ നിന്ന് നോക്കുമ്പോൾ ബിയുടെ ടോപ്പ് വ്യൂ നമുക്ക് നേരെ ഇതാ ഇവിടെ വരും. ബി അത് ഈ ഡിസ്റ്റൻസ് എത്ര മാറിയിട്ടാണ് നിൽക്കുന്നത്, 35 അല്ലേ, ശരിയല്ലേ? ഇനി ഹൊറിസോണ്ടൽ പ്ലെയിനിനെ എന്ത് ചെയ്യണം, 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യണം ഹൊറിസോണ്ടൽ പ്ലെയിനിന്. അപ്പൊ ഇത് നേരെ മുകളിൽ പോകും. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞ് ഇങ്ങനെ വരും. സോ ദിസ് ഈസ് ദി XY ലൈൻ. അപ്പൊ നമ്മുടെ ആൻസർ ഇങ്ങനെ വരും. സോ ഇവിടെ ബി എന്നുള്ള പോയിന്റ് വരും. എത്ര ഡിസ്റ്റൻസ് ആണ്, ദിസ് ഈസ് 35. പിന്നെ ബി ഡാഷ് ഓൾറെഡി അവിടെ ഉണ്ട്. എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്, 30. ക്ലിയർ ആണോ? സംശയമുണ്ടോ? ഇല്ല സർ. ഇത് രണ്ടും അപ്പം ഒരേ ലൈനിലാണോ വരയ്ക്കേണ്ടത്? ഒറ്റ ലൈനിൽ, ഒറ്റ പ്രൊജക്ട്. ഈ ലൈനിനെ നമ്മൾ പ്രൊജക്ടർ ലൈൻ എന്നാ പറയുന്നത്. പ്രൊജക്ടർ ലൈൻ ഒറ്റ ലൈനിൽ വേണം വരയ്ക്കാൻ. ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം. ഓക്കെ സർ. ഓക്കെ, സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏത് ക്വാഡ്രന്റ് ആണെന്ന് പറയാം? തേർഡ്, അതായത് ബിലോ HP ആൻഡ് ബിഹൈൻഡ് VP. ഓക്കെ, അപ്പൊ നമ്മൾ ക്വാഡ്രന്റ് വരയ്ക്കുക. ഓക്കെ, അപ്പൊ ഞാനിവിടെ C എന്നുള്ള പോയിന്റ്, ദിസ് ഈസ് പോയിന്റ് C. ദിസ് ഈസ് പോയിന്റ് C. പോയിന്റ് C എത്ര മില്ലിമീറ്റർ ആണ് ബിലോ HP? Below HP 40 mm. 40. So ഈ ഡിസ്റ്റൻസ് 40 millimeter below HP and 32 mm behind VP. So this distance is 32 mm behind. അപ്പൊ ഞാൻ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണ്. ദിസ് ഈസ് ദ ഫ്രണ്ട് വ്യൂ. അപ്പൊ സിയുടെ ഇമേജ് എനിക്ക് ഇതാ ഇവിടെ കിട്ടും, C ഡാഷ്. അപ്പൊ ഞാൻ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എത്ര ഹൈറ്റിലാണ് ഇത് താഴോട്ട് നിൽക്കുന്നത്, എത്ര ഹൈറ്റിലാണ്? 40 ഹൈറ്റിൽ. അപ്പൊ ഇവിടെ ഈ ഡിസ്റ്റൻസ് 40 ആയിരിക്കും. ഇനി മേളിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ, ടോപ്പ് വ്യൂ നോക്കുന്ന സമയത്ത് ഇതിന്റെ ഇമേജ്, സിയുടെ ഇമേജ് എനിക്ക് ഇവിടെ കിട്ടും. ദിസ് ഈസ് C എന്നുള്ള ഇമേജ് എനിക്ക് ഇവിടെ കിട്ടും. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ദിസ് ഡിസ്റ്റൻസ് ഈസ് 32. ഇനി ഹൊറിസോണ്ടൽ പ്ലെയിനെ എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം? 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യണം. 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യും. 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് നേരെ എവിടെ പോകും? ഇത് നേരെ മുകളിൽ പോകും. ഓക്കെ, അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും, XY ലൈൻ. സോ താഴെ ആരുണ്ട്? C ഡാഷ് ഉണ്ട്. എത്ര ഡിസ്റ്റൻസ് ആണ്? 40 എന്ന് പറഞ്ഞാൽ 4 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കണം. 40 മില്ലിമീറ്റർ ആണ് എന്ന് പറഞ്ഞാൽ 4 സെന്റിമീറ്റർ. ഓക്കെ, ഇനി മുകളില് C ഉണ്ട്, എത്ര മാറിയിട്ട്? 3.2. ഓക്കെ, വരച്ചോ? വരച്ചു.
അടുത്ത പറയട്ടെ, ക്വസ്റ്റ്യൻ നമ്പർ 4. പറഞ്ഞോ സർ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 4 ഏത് ക്വാഡ്രന്റ് ആണെന്ന് പറയാം? ഒരു സെക്കൻഡ്. നാലാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? നാലാമത്തെ. അത് ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. പോയിന്റ് ഡി ആണ്. ഓക്കെ, ദിസ് ഈസ് പോയിന്റ് ഡി. പോയിന്റ് ഡി എത്ര മില്ലിമീറ്റർ ആണ് ബിലോ HP? 34 millimeter below HP. Yeah, so this distance is 34 millimeter below HP and 45 mm in front of VP. So this is 45 mm in front of VP. So ഞാൻ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ this is the front view. D യുടെ front view എനിക്ക് ഇവിടെ കിട്ടും D dash. ഇത് എത്ര ഹൈറ്റിലാണ് താഴോട്ട് നിൽക്കുന്നത് ഈ D എന്നുള്ള പോയിന്റ്? 34. ശരിയാണോ? ഓക്കെ, ഇനി മുകളിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ ടോപ്പ് വ്യൂ ഞാൻ നോക്കുന്ന സമയത്ത് D യുടെ ഇമേജ് നേരെ എനിക്ക് ഇവിടെ കിട്ടും. ദിസ് ഈസ് D. മേളിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ദിസ് ഈസ് 45. ശരിയല്ലേ? എന്നിട്ട് ഇതിനെ ഞാൻ 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് നേരെ താഴെ പോകും. സോ മൈ ഫൈനൽ ആൻസർ ഈസ് ലൈക്ക് ദിസ്. സോ XY ലൈൻ, draw the XY line, then this is D. എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്? 45 മാറിയിട്ട് then D dash ഓൾറെഡി അവിടെ ഉണ്ട്. This is D dash. D dash ഓൾറെഡി അവിടെ ഉണ്ട്. എത്ര മാറിയിട്ടാണ്? 34 മാറിയിട്ട്. മനസ്സിലായോ? സംശയമുണ്ടോ? ഇല്ല. ഓക്കെ, ഓക്കെ, അടുത്ത പറയട്ടെ. വരച്ചു കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ പറഞ്ഞേ. ഒരു സെക്കൻഡ്. ഓക്കെ. ഓക്കെ, then question number 5 പറയാം ഏത് ക്വാഡ്രന്റ് ആണ്? question number 5. HP 50 mm in front of VP. അപ്പൊ HP-ലല്ല, പ്ലെയിനിൽ കിടക്കുമല്ലോ. അതായത് പോയിന്റിന്റെ പേര് E എന്നാണ് അല്ലെ? E എന്നുള്ള പോയിന്റ് എവിടാണ്? E എന്നുള്ള പോയിന്റ് HP എന്നുള്ള പ്ലെയിനിലാണ് അല്ലെ? പ്ലെയിനിലാണ്. അതായത് E എന്നുള്ള പോയിന്റ് HP എന്നുള്ള പ്ലെയിനിലാണ്. ആൻഡ് എത്ര മില്ലിമീറ്റർ ആണ് ഇൻ ഫ്രണ്ട് ഓഫ് VP? In front of VP 50 millimeter. 50 mm in front of VP. So point E is on HP and 50 mm in front of VP. അപ്പൊ ഇതിന്റെ ടോപ്പ് വ്യൂ അല്ലേ 50 mm? അത് തന്നെ. ഇതിന്റെ ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും? ഫ്രണ്ട് വ്യൂ എവിടെ വരുമെന്ന് പറയാം? ഫ്രണ്ട് വ്യൂ അല്ല, പ്ലെയിനിലല്ല. ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പം ഈ E എന്നുള്ള പോയിന്റിന്റെ ഇമേജ് ഞാൻ നേരത്തെ പറഞ്ഞു. ഫ്രണ്ട് വ്യൂ എപ്പോഴും നമുക്ക് ഏത് പ്ലെയിനിലാണ് കിട്ടുന്നത്? VP-യിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പോയിന്റ് HP-യിലായതുകൊണ്ട് അതിന്റെ ഇമേജ് നേരെ എവിടെ വരും? XY ലൈനിൽ വരും. അപ്പം E ഡാഷ് എന്നുള്ള പോയിന്റ് XY ലൈനിൽ വരും. വരച്ചു. ഇല്ല, ഇതോടെ പറഞ്ഞിട്ട് ഇനി ടോപ്പ് വ്യൂ എവിടെ തന്നെ? ടോപ്പ് വ്യൂ അവിടെ തന്നെ വരും. എവിടെയാണ്? ആ പോയിന്റിൽ തന്നെ വരും. ഏത് പോയിന്റില്? E എന്നുള്ള പോയിന്റ്. എന്നിട്ട് അതിനെ 90 ഡിഗ്രി എന്ത് ചെയ്താൽ മതി? റൊട്ടേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ ഇങ്ങനെ വരും. ഡ്രോ ദി XY ലൈൻ
then XY ലൈനിൽ ആര് വരും? ഈ ഡാഷ് ഡാഷ് വരും. ഈ ഡാഷ് വരും. then താഴോട്ട് 50 മാറി താഴോട്ട് 50 മാറിയിട്ട് ഈ വരും. ഓക്കെ, മനസ്സിലായി സർ. ഓക്കെ, വരച്ചു കഴിഞ്ഞോ? ഇല്ല സർ, ഞാനത് വരച്ചു. ഓക്കെ, വരച്ചു സർ. ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6 എവിടെന്ന് പറയാം? Point F is on HP and 40 mm behind VP. അപ്പം ഇപ്പുറത്തെ സൈഡില് നേരത്തെ വരച്ചതിനാണ് തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ വരും. അത് തന്നെ, ഓപ്പോസിറ്റ് സൈഡിൽ വരും. So this is HP, this is VP, and this is XY line. Okay. ശരി, പോയിന്റിന്റെ പേരെന്താണ്? എഫ് അല്ലേ? പോയിന്റ് എഫ്. ഓക്കെ, അപ്പം എഫ് എന്നുള്ള പോയിന്റ് ഇതാ ഇവിടെ വരും. എഫ് എന്നുള്ള പോയിന്റ് HP യിലാണ്. ആൻഡ് എത്ര മില്ലിമീറ്റർ ആണ് ബിഹൈൻഡ് VP? 40 mm. 40 mm. ഓക്കെ, അപ്പൊ നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് വ്യൂ എവിടെ വരും? ഫ്രണ്ട് വ്യൂ XY ലൈനിൽ വരും. XY ലൈനിൽ വരും. അതായത് ഇതിന്റെ എഫിന്റെ ഇമേജ് നേരെ ഇവിടെ വരും. സോ ഫ്രണ്ട് വ്യൂ XY ലൈൻ ലെഫ്റ്റ് ഡാഷ് ഇവിടെ വരും. ടോപ്പ് വ്യൂ എവിടെ തന്നെ വരും? അവിടെ തന്നെ, ആ പോയിന്റിൽ തന്നെ വരും അല്ലെ? എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം? 90 ഡിഗ്രി. 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് നേരെ എവിടെ പോകും? നേരെ മുകളിൽ പോകും. ഓക്കെ, സോ XY ലൈൻ വരച്ചു. This is F dash, this is F dash, and this is F. This is F. പറഞ്ഞോ. നേരത്തെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തത് EA ആണോ E ഡാഷിനെ ആണോ? EAയും E ഡാഷിനെയും എന്നുള്ളതല്ല, നമ്മൾ HPA ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിനിനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അല്ല, എന്താ സംശയം ചോദിച്ചോ? അല്ല, ഞാൻ ആ ഹൊറിസോണ്ടൽ പ്ലെയിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഞാനത് താഴെ വരച്ചത് E എന്ന് പറഞ്ഞാ വരച്ചേ. അപ്പൊ സോറി, E ഡാഷ് എന്ന് പറഞ്ഞാ വരച്ചത്. അതെന്റെ ഒരു ഡൗട്ട് വന്നു. E ഡാഷ് താഴെയല്ല, E ഡാഷ് XY ലൈനിലാണ് വരുന്നത്. E ഡാഷ് XY ലൈനിലായിരുന്നു. E ഡാഷ് XY ലൈനിലായിരുന്നു. കാരണം എന്താണ്? E എന്നുള്ള പോയിന്റ് HP യിലാണ്. അപ്പൊ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഫ്രണ്ട് വ്യൂ എവിടെ വരുന്നത്? XY ലൈനിലേ വരത്തുള്ളൂ. ഇവിടെ എഫ് മേളിൽ പോകും. എഫ് മേളിൽ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ HP റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് നേരെ മേളിൽ പോകും. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ HP റൊട്ടേറ്റ് ചെയ്തപ്പോ ഇത് താഴോട്ടാ വരുന്നത്. മനസ്സിലായി പറഞ്ഞേ? മനസ്സിലായി. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കി. Point G is 24 mm above HP and on VP. അപ്പൊ VP ല പോയിന്റ്. അതെ, എവിടാണ് പോയിന്റ്? എവിടാണ്? VP യിലാണ് അല്ലേ? Point G is VP 24 mm. അപ്പൊ VP, അപ്പൊ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുക G എന്നുള്ള പോയിന്റ്.
ജി എന്നുള്ള പോയിന്റ് വി പിയിലാണ്. ആൻഡ് എത്ര മില്ലിമീറ്റർ ആണ് എബോ എച്ച് പി? above HP 24. 24. ഓക്കെ, 24 mm എബോ എച്ച് പി. അപ്പൊ ഫ്രണ്ട് വ്യൂ എവിടെ വരും? ഫ്രണ്ട് വ്യൂ 24 mm. A second. 24 mm. ഫ്രണ്ട് വ്യൂ എവിടെ വരും? ഫ്രണ്ട് വ്യൂ ഫ്രണ്ട് വ്യൂ ആ വി പി തന്നെ വരും. അവിടെ തന്നെ വരും. ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ആ പോയിന്റ്, അതായത് ജി ഡാഷ് എന്നുള്ളത് ഇവിടെ തന്നെ വരും, ആ പോയിന്റ് തന്നെ. ഇനി ടോപ്പ് വ്യൂ എവിടെ വരും? ടോപ്പ് വ്യൂ ടോപ്പ് വ്യൂ മേളിൽ നിന്ന് നോക്കുമ്പോ ടോപ്പ് വ്യൂ എങ്ങോട്ട് പോകും? XY ലൈനിലോട്ട്. യാ, ടോപ്പ് വ്യൂ നേരെ XY ലൈനിലോട്ട് പോകും. അതായത് ജി എന്നുള്ള പോയിന്റ് XY ലൈനിൽ വരും. ഓക്കെ ഓക്കെ, വരച്ചോളൂ. XY ലൈൻ വരയ്ക്കുക. അപ്പൊ സാർ ഇവിടെ റൊട്ടേറ്റ് ചെയ്യണ്ടായോ? അല്ല, ഇവിടെ റൊട്ടേറ്റ് ചെയ്താലും പ്രത്യേകിച്ച് നമുക്ക് എഫക്റ്റ് ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം എച്ച് പി അല്ലയോ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. ശരിയാ. ഇവിടെ എച്ച് പിയിൽ അത് നമ്മൾ ഈ റൊട്ടേറ്റ് ചെയ്യും, ഇവിടെ ശരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ എഫക്റ്റ് നമുക്ക് ഇവിടെ കിട്ടത്തില്ല. കാരണം എന്താ? എച്ച് പിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അതിന്റെ എഫക്റ്റ് നമുക്ക് ഇവിടെ വരയ്ക്കുമ്പോൾ കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമുക്കത് ഫീൽ ചെയ്യത്തില്ല. ഇവിടെ ശരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കത് ഇവിടെ വരയ്ക്കുന്നിടത്ത് കിട്ടത്തില്ല കേട്ടോ. ഓക്കെ, സോ ദിസ് ഈസ് ജി ഡാഷ്. എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്? 2.4. ജി എവിടെ വരും? ജി XY ലൈൻ വരും. ജി ഡാഷ് മേളിൽ വരും. ജി ഡാഷ് മേളിലും വരും. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 8. Point HP is 36 mm below HP. നേരെ താഴോട്ട് ഒരു തന്നെ. ക്വസ്റ്റ്യൻ നമ്പർ 8 എന്ന് പറയുമ്പോഴത്തേക്ക് ഓൺ വി പി ആണ്, താഴെയാണ് അല്ലെ? അതായത് എച്ച് എന്നാണ് പോയിന്റിന്റെ പേര്. പോയിന്റ് എച്ച് 36 millimeter below HP. Yeah, this distance is 36 millimeter below HP and on VP. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ എവിടെ വരും? ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പം അത് വി പി തന്നെ വരും. അവിടെ തന്നെ, ആ പോയിന്റിൽ തന്നെ വരും. എച്ച് ഡാഷ് ഇവിടെ തന്നെ വരും. ടോപ്പ് വ്യൂ എവിടെ വരും? XY ലൈനിൽ. ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ നേരെ അതിന്റെ ഇമേജ് ഇവിടെ വരും, XY ലൈനിൽ വരും. ഓക്കെ, വരച്ചോളൂ. ഡ്രോ ദി XY ലൈൻ. XY ലൈനില് എച്ച് വരും. ദെൻ താഴെ എന്ത് വരും? താഴെ എച്ച് ഡാഷ് വരും. 3.6 മാറിയിട്ട്. Okay. Then question number 9. അത് XY ലൈനിൽ വരുന്നു. Yes. അതായത് പോയിന്റ് I is on HP and VP. അതായത് HP യിലും ആണ് VP യിലും ആണ്. HP യിലും VP യിലും ആണെങ്കിൽ ആ പോയിന്റ് എവിടെ വന്നേ പറ്റത്തുള്ളൂ? XY ലൈനിൽ വന്നേ പറ്റത്തുള്ളൂ. അപ്പം അതിന്റെ ഫ്രണ്ട് വ്യൂ അവിടെ തന്നെ വരും, I ഡാഷ് കോമ. ടോപ്പ് വ്യൂ എവിടെ തന്നെ വരും? അവിടെ തന്നെ വരും. ഓക്കെ, അപ്പൊ ഡ്രോ ദി XY ലൈൻ. എന്നിട്ട് ഇവിടെ ഈ XY ലൈനിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ I ഡാഷ് കോമ I രണ്ടും ഒരിടത്ത് തന്നെ. ഈ 9 എണ്ണം ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയി സർ. ഓക്കെ,
അപ്പൊ ഇത് ഞാൻ ഹോംവർക്ക് ആയിട്ട് തരാം, ഇതൊന്ന് നോട്ട് ചെയ്ത് എന്നിട്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി. ഞാനപ്പോ തെറ്റുണ്ടെങ്കിൽ പറയാം കേട്ടോ. Okay. ഇതൊന്ന് എഴുതിക്കോ, ഈ 8 ക്വസ്റ്റ്യൻ കണ്ടോ, ഇതൊന്ന് എഴുതിക്കോ. ഞാൻ ഫോട്ടോ എടുത്ത് വെക്കാം സാർ. ആ ഫോട്ടോ എടുത്തു. സാർ എടുത്തു. ഓക്കെ, ഇന്ന് തന്നെ ട്രൈ ചെയ്യണേ കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഇതെന്താന്ന് വെച്ചാല് ഇത് അഗൈൻ ഞാൻ ഇതും ഒരു ഹോംവർക്ക് ആയിട്ട് തരികയാണ്. ഇത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം, ഇതിന്റെ ആൻസർ ആ തന്നേക്കുന്നത്, മനസ്സിലായോ? ഇപ്പൊ ആദ്യത്തെ നോക്കി, ആദ്യത്തെ കേസില് എ ഡാഷ് എവിടാണ്? എ ഡാഷ് ഞാൻ പറയാം. ഇതപ്പം ഇവര് തിരിച്ചിട്ടുള്ളതല്ലേ കാണിക്കുന്നത്? അല്ല, വെയിറ്റ്, അതായത് ഇപ്പൊ എ ഡാഷ് താഴെയാണ്. എ ഡാഷ് താഴെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ താഴെയാണ്, എ മുകളില് എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂ മേളില്. ഫ്രണ്ട് വ്യൂ താഴെയും ടോപ്പ് വ്യൂ മുകളിലും വരുന്നത് ഏത് ക്വാഡ്രന്റിലാവുമ്പോഴാണ്? അത് തേർഡ് ക്വാഡ്രന്റ്. തേർഡ്. അപ്പൊ അങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ട് വെച്ച് കണ്ടുപിടിക്കണം. എന്നിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻ എഴുതണം. ക്വസ്റ്റ്യൻ അതായത് ഇപ്പൊ ഇതിന്റെ ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ വരുമെന്ന് പറയാം, ആലോചിച്ചിട്ട്. പറയാം. Point A is 42 millimeter below HP and 15 millimeter behind VP. കറക്റ്റാ പറഞ്ഞത്. ഓക്കെ, അത് കറക്റ്റാ പറഞ്ഞ കേട്ടോ. അപ്പൊ അങ്ങനെ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് നോക്കി. 2, 3, 4, 5, 6, 7, ടോട്ടൽ 8 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക കേട്ടോ. എന്നിട്ട് അതും എനിക്ക് അയച്ചു തരും, തെറ്റുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതിന്റെയും കൂടെ ഫോട്ടോ എടുത്തു. ഓക്കെ, അപ്പൊ അത്ര ആയപ്പോഴത്തേക്ക് നമ്മുടെ ഇത് കഴിഞ്ഞു, പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ്. നമുക്ക് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കത്തുള്ള, വേറെ ഒന്നും ചോദിക്കില്ല? ഇതൊന്നും ചോദിക്കത്തില്ല പരീക്ഷയ്ക്ക്. ഇത് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ഇന്ന് ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല. പക്ഷെ ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അടുത്ത ലൈൻ, അതായത് ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇനി അടുത്ത ലൈൻസാ പഠിക്കാൻ പോകുന്നത്. ലൈൻസ് പഠിക്കുമ്പോൾ ലൈൻസിന്റെ പ്രത്യേകത, ലൈനിനകത്ത് എത്ര പോയിന്റ് ഉണ്ട്? അല്ല, ഇൻഫിനിറ്റ് ആണെന്ന് നമുക്ക് പറയാം. അതല്ല, ലൈനിൽ നമുക്ക് 2 എൻ പോയിന്റ് അല്ലേ ഉള്ളത്? 2 എൻ പോയിന്റ് അല്ലേ? 2 എൻ പോയിന്റ്, മനസ്സിലായില്ലേ? അപ്പൊ നമുക്കിപ്പം ഒരു പോയിന്റ് എങ്ങനെയാണ് പ്രൊജക്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് കൂടെ പ്രൊജക്ട് ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്താൽ നമ്മുടെ പ്രൊജക്ഷൻ ഓഫ് ലൈൻ ആയി. മനസ്സിലായോ പറഞ്ഞേ? അപ്പം അതിനാണ് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് നമ്മൾ പഠിക്കുന്നത്. പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലൈൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ചെയ്തൊക്കെ നോക്കുക, ആലോചിച്ച് നോക്കുക, ആ ഹോംവർക്ക് തന്നെ ചെയ്ത് നോക്കുക. നാളെ നമുക്ക് പ്രൊജക്ഷൻസ് ഓഫ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു സർ. നാളെ സമയം 7:30. ഓക്കെ.